ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ടു ടെക്സ്റ്റ് ട്യൂട്ടർ. നമ്മളിന്ന് 9ാം ക്ലാസ്സിലെ 6ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള പ്രവൃത്തിയും ഊർജവും എന്ന പാഠമാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ പാഠത്തിൽ നമ്മൾ മെയിനായിട്ട് നോക്കുന്നത് 3 കാര്യങ്ങളാണ്. എന്താണ് പ്രവൃത്തി, എന്താണ് ഊർജം, എന്താണ് പവർ എന്നുള്ളതാണ്. ഇത് 3ആണ് ഈ ചാപ്റ്ററിന് മെയിൻ കണ്ടന്റ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് പ്രവൃത്തി എന്നറിയുന്നതിന് മുമ്പ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് എന്താണ് ബലം എന്നുള്ളത്. നിങ്ങൾ 8ൽ പഠിക്കുന്നതാണ്, എന്നിരുന്നാലും നമുക്കൊന്ന് നോക്കാം എന്താണ് ബലം എന്നുള്ളത്. ഏറ്റവും സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു വസ്തുവിൽ അമർത്തുകയോ വലിക്കുകയോ ചെയ്യുന്നതിനെയാണ് നമ്മൾ ബലം എന്ന് പറയുന്നത്. ഒരു വസ്തുവിൽ നമ്മൾ അമർത്തുകയോ വലിക്കുകയോ ചെയ്യുന്നതിനെയാണ് നമ്മൾ ബലം എന്ന് പറയുന്നത്. അതാണ് ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് ബലം എന്ന രീതിയിൽ പറയാൻ പറ്റുന്നത്. അതിനെ തന്നെ ഒന്നുകൂടെ നമ്മൾ കുറച്ചുകൂടെ ഒന്ന് വിശദീകരിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് നോക്കാം. വസ്തുക്കളുടെ ആകൃതിയിലോ വലുപ്പത്തിലോ ചലനാവസ്ഥയിലോ ദിശയിലോ മാറ്റം വരുത്താൻ കഴിയുന്ന വസ്തുവിനെ നമുക്ക് വസ്തുവിനെ അമർത്തുമ്പോഴോ അല്ലെങ്കിൽ തള്ളുമ്പോഴോ വലിക്കുമ്പോഴോ സാധിക്കുന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് പറയാം നമ്മൾ ബലം പ്രയോഗിച്ചു എന്ന്. അതായത് നമ്മൾ ഒരു വസ്തുവിനെ തള്ളുകയോ വലിക്കുകയോ ചെയ്യുമ്പോൾ ആ വസ്തുവിൻ്റെ ആകൃതിയിൽ എന്തെങ്കിലും മാറ്റം വരികയാണെങ്കിൽ, അല്ലെങ്കിൽ ആ വസ്തുവിൻ്റെ വലിപ്പത്തിൽ എന്തെങ്കിലും മാറ്റം വരികയാണെങ്കിൽ, അതല്ലെങ്കിൽ ചലനാവസ്ഥയിലോ അതുമല്ലെങ്കിൽ അതിൻ്റെ ദിശയിലോ എന്തെങ്കിലും മാറ്റം വരുത്താൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയാം അവിടെ നമ്മൾ ബലം പ്രയോഗിച്ചു എന്ന്. ബലം പ്രയോഗിക്കപ്പെട്ടു എന്നുള്ള രീതിയിൽ നമുക്ക് പറയാം. ഇതാണ് ബലം എന്ന് പറയുന്നത്. നമുക്കിവിടെ കുറച്ച് എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, അതൊന്ന് നോക്കാം. എന്നിട്ട് നമുക്കിവിടെ ബലം പ്രയോഗിച്ചത് എങ്ങനെയാണ്, എന്ത് മാറ്റാണ് അവിടെ ബലം കൊണ്ട് വരുത്തിയിട്ടുള്ളതെന്ന് നോക്കിയാലോ. നമുക്ക് നോക്കാം. ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഒരു സൈക്കിൾ മൂവ് ചെയ്യാണ്. സൈക്കിൾ മൂവ് ചെയ്യുമ്പോൾ നമ്മൾ ബലം കൊടുക്കുന്നുണ്ടല്ലോ. ബലം കൊടുക്കാതെ നമുക്ക് സൈക്കിൾ ഓടിക്കാൻ സാധിക്കില്ല. നമ്മൾ ബലം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താ സൈക്കിളിൻ്റെ ദിശ മാറ്റാൻ സാധിക്കില്ലേ? ദിശ മാറ്റാൻ സാധിക്കും. അതുപോലെ നമ്മളിപ്പോൾ ഒരു ക്രിക്കറ്റ് കളിക്കുന്നുണ്ട്. ക്രിക്കറ്റിൻ്റെ ബോൾ വരുന്നത് ഒരു ദിശയിൽ നിന്നാണ്. ഞാനത് ബാറ്റ് കൊണ്ട് ഞാനൊരു ഫോഴ്സ്, അതായത് ബലം കൊടുക്കുകയാണെങ്കിൽ എനിക്ക് ആ ബോളിന് വേറൊരു ദിശയിലേക്ക് മാറ്റാൻ സാധിക്കുമല്ലോ. ഇവിടുന്ന് ബോളർ എറിയുന്ന ബോൾ ഞാൻ തട്ടി അങ്ങോട്ടേക്ക് തെറിപ്പിക്കുന്നുണ്ടെങ്കിൽ അവിടെ ഞാൻ ആ ബോളിൻ്റെ ദിശ മാറ്റല്ലേ ചെയ്യുന്നത്. ആ ബോളിൻ്റെ ദിശയിൽ ഒരു മാറ്റം വരുത്താൻ എനിക്ക് സാധിച്ചില്ലേ. then അടുത്തത് നമുക്ക് നോക്കാം. ഒരു ചലനാവസ്ഥയിലല്ലാത്തൊരു വസ്തുവിനെ ചലിപ്പിക്കാൻ സാധിക്കും. അതായത് നമുക്ക് ഇവിടെ ഒരു ട്രോളി ഉണ്ട്, അത് ചലനാവസ്ഥയിലല്ലായിരുന്നു. അതിന് ഈ ഒരു ലേഡി എന്താക്കുന്നുണ്ട്, തള്ളി കൊണ്ടുപോകുന്നുണ്ട്. ആ തള്ളുന്നതോടെ എന്താണ്, അതിന് ചലനാവസ്ഥയിലേക്ക് മാറ്റാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കതിൻ്റെ ചലനാവസ്ഥയിൽ എന്ത് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്, ബലം പ്രയോഗിച്ചപ്പോൾ ചലനാവസ്ഥയിൽ മാറ്റം വരുത്താൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. അടുത്തത് നോക്കാം. ഈ ബോൾ ഈ കുട്ടി തട്ടുകയാണ് ചെയ്യുന്നത്. ബോൾ തട്ടുന്ന സമയത്ത് എന്താ, ഞാനിപ്പോൾ നല്ല ബലം കൊടുത്തൊരു ബോൾ തട്ടി, ആ ബോൾ ഉണ്ടാവും. ആ ബോളിൻ്റെ വേഗത, അതായത് 2 ബോൾ വെച്ച് ഞാൻ ഒരു ബോൾ ചെറിയൊരു ബലത്തിലാണ് തട്ടുന്നത്. അതേ സ്ഥാനത്ത് അതേ ബോൾ ഞാൻ കുറച്ചധികം ബലം കൊടുത്തിട്ട് തട്ടി എന്ന് വെച്ചാൽ എന്താണ്, ബലം കൂടുതൽ കൊടുത്ത ബോളിന് വേഗത കൂടുതലായിരിക്കും. അതിന് കൂടുതൽ വേഗത്തിൽ സഞ്ചരിക്കാനാവും. അതേ സ്ഥാനത്ത് ഞാൻ കുറച്ച് ബലം കൊടുത്തൊരു ബോളുണ്ട്, ആ ബോൾ എന്താ ചെയ്യുന്നത്, ആ ബോളിന് വേഗത കുറവായിരിക്കും. അപ്പം എനിക്ക് ബലം വെച്ചിട്ട് ഒരു വസ്തുവിൻ്റെ വേഗതയിൽ എന്ത് ചെയ്യാൻ പറ്റും, വേഗതയിൽ മാറ്റം വരുത്താൻ സാധിക്കും. പിന്നെ നമ്മളിവിടെ പറഞ്ഞിട്ടുള്ളത് ഒരു വസ്തുവിൻ്റെ ആകൃതിയിലോ വലുപ്പത്തിലോ മാറ്റം വരുത്താം. ഒരു ചോക്കെടുത്ത് ഞാൻ അവിടെ ബലം കൊടുത്ത ആ ചോക്കിനെ ഞാൻ 2 കഷ്ണങ്ങളാക്കി മാറ്റുന്നുണ്ട്, അല്ലെങ്കിൽ ഞാൻ അതിനെ പൊട്ടിക്കുന്നുണ്ടെങ്കിൽ ആ ചോക്കിൻ്റെ വലുപ്പമില്ലേ, അതിന് മുമ്പുണ്ടായ വലുപ്പത്തിൽ അതിനെനിക്കൊരു മാറ്റം വരുത്താൻ സാധിച്ചില്ലേ. അതിൻ്റെ വലുപ്പത്തിൽ ഞാൻ എന്താക്കി, ഒരു മാറ്റം വരുത്തിയിട്ടുണ്ട്. അതുകൂടാതെ ആകൃതിയിൽ നമ്മൾ പറയുകയാണെങ്കിൽ നമ്മളൊരു പ്ലാസ്റ്റിക് ബോട്ടിലെടുത്ത് ഞാൻ അമർത്തുകയാണ് ചെയ്യുന്നത്. ബലം പ്രയോഗിച്ച് അമർത്തിയ സമയത്ത് ആ പ്ലാസ്റ്റിക് ബോട്ടിൽ എന്തായി, അതിൻ്റെ ആകൃതിയിൽ ഒരു മാറ്റം വരുത്തിയില്ലേ.
അപ്പൊ ബലം എന്ന് പറയുന്നത് നമ്മൾ ഒരു വസ്തുവിനെ തള്ളുകയോ അല്ലെങ്കിൽ അമർത്തുകയോ വലിക്കുകയോ ചെയ്യുമ്പോൾ അതിൻ്റെ ആ വസ്തുവിൻ്റെ ആകൃതിയിലോ വലുപ്പത്തിലോ ചലനാവസ്ഥയിലോ അല്ലെങ്കിൽ അതിൻ്റെ ദിശയിലോ മാറ്റം വരുത്താൻ എനിക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? ബലം പ്രയോഗിച്ചു, ബലം പ്രയോഗിക്കപ്പെട്ടു എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ബലം എന്താണെന്ന് മനസ്സിലായോ? ഇതാണ് ഏറ്റവും സിമ്പിളായിട്ട് ബലം എന്ന് പറയുന്നത്. അപ്പം ബലം അറിഞ്ഞാലാണ് നമുക്ക് പ്രവൃത്തിയിലേക്ക് എത്താൻ സാധിക്കുള്ളൂ. ബലം എന്താണെന്ന് അറിഞ്ഞാൽ പ്രവൃത്തി എന്താണെന്നുള്ളത് വേഗത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ബലം നിങ്ങൾക്ക് വ്യക്തമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. അടുത്തത് നമുക്കിവിടെ നമുക്കിവിടെ 4 ചിത്രങ്ങൾ കാണാമല്ലോ. 4 ചിത്രങ്ങൾ. ഈ 4 ചിത്രങ്ങളും നമ്മളെ ദിവസവും നമ്മളെ ചുറ്റുപാടുകളിൽ പലരും ചെയ്യുന്നതായിട്ട് കാണുന്ന, നിത്യജീവിതത്തിൽ കാണുന്ന പല പ്രവർത്തനങ്ങളാണ്. അല്ലെങ്കിൽ പ്രവർത്തനങ്ങളാണ്. 4 വ്യത്യസ്തമായ പ്രവർത്തനങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. നമുക്ക് നോക്കിയാലോ. നിത്യജീവിതത്തിൽ നാം ചെയ്യുന്ന ചില പ്രവർത്തനങ്ങളാണ് ചിത്രത്തിൽ നൽകിയിരിക്കുന്നത്. ഇവ വിശകലനം ചെയ്യണം. എന്നിട്ട് നമുക്ക് അടുത്തതായിട്ട് ഒരു പട്ടിക പൂർത്തിയാക്കാനുണ്ട്. ആദ്യം നമുക്ക് ഓരോ ചിത്രവും എന്താണെന്ന് ഒന്ന് പറഞ്ഞു നോക്കാം. ഫസ്റ്റ് ചിത്ര എയിൽ എന്താണ്? ചിത്ര എയില് ഒരാള് എന്താണെന്ന് വെച്ചാൽ ഒരു ലോഡ് ഈ ലോറിയിലേക്ക് കയറ്റുകയാണ് ചെയ്യുന്നത്. ക്ലിയർ ആണോ? പിന്നെ അടുത്തത് ഒരു കുട്ടി ഒരു വലിയ പാറ തള്ളുകയാണ് ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? ഒരു കുട്ടി വലിയൊരു പാറ തള്ളുകയാണ് ചെയ്യുന്നത്. ദെൻ തേർഡ് വൺ നമുക്ക് നോക്കാം. ഒരാള് ഒരു ട്രോളി തള്ളുകയാണ് ചെയ്യുന്നത്. ദെൻ ലാസ്റ്റ് വൺ ഡിയിൽ എന്താണെന്ന് വെച്ചാൽ ഒരാള് ഒരു ലോഡ് തലയിൽ താങ്ങി നിർത്തുകയാണ് ചെയ്യുന്നത്. ആൾ നിൽക്കുകയാണ്, ആൾ തലയിൽ ഒരു ഭാരം ഉണ്ട്. ക്ലിയർ ആയോ? 4 ചിത്രങ്ങളും ക്ലിയർ ആയോ? ഇനി ഒന്നും നമുക്ക് ടേബിൾ നോക്കാം. ഓക്കെ. അപ്പം ഇവിടെ നമുക്ക് ആദ്യം ബലം പ്രയോഗിച്ച സന്ദർഭങ്ങൾ, നമ്മളിപ്പോൾ പറഞ്ഞ 4 സന്ദർഭങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അത് കഴിഞ്ഞാൽ ബലം പ്രയോഗിക്കപ്പെട്ട വസ്തു, എവിടെയാണോ നമ്മൾ ബലം പ്രയോഗിച്ചത് എന്നതാണ് രണ്ടാമത്തെ കോളം. ദെൻ നെക്സ്റ്റ് വൺ വസ്തുവിന് സ്ഥാനാന്തരം സംഭവിച്ചോ ഇല്ലയോ എന്നുള്ളത്. ഓക്കെ. ദെൻ ലാസ്റ്റ് വൺ ബലം പ്രയോഗിച്ച ദിശയിൽ വസ്തുവിന് സ്ഥാനാന്തരമുണ്ടോ. അപ്പൊ നമുക്ക് സ്ഥാനാന്തരം എന്താണെന്നല്ലേ ആദ്യം അറിയേണ്ടത്. സ്ഥാനാന്തരം എന്ന് പറഞ്ഞാൽ ഒരു വസ്തുവിന് അത് ആദ്യം നിന്നൊരു സ്ഥാനത്ത് നിന്ന് ഒരു സ്ഥാനമാറ്റം സംഭവിക്കാം. ക്ലിയർ? ഞാനിപ്പോൾ ഇവിടെ ഒരു സ്ഥലത്താണ് നിൽക്കുന്നത്, ഈ ഒരു പോയിന്റിലാണ് നിൽക്കുന്നതെങ്കിൽ എനിക്കൊരു സ്ഥാനമാറ്റം സംഭവിച്ചു. ആദ്യം നിന്നതിൽ നിന്ന് അവസാനം ഞാൻ നിൽക്കുന്നിടത്തേക്കുള്ള ഒരു സ്ഥാനമാറ്റം സംഭവിച്ചില്ലേ? ഈ സ്ഥാനമാറ്റത്തിനെയാണ് നമ്മൾ എന്ത് പറയുക? സ്ഥാനാന്തരം എന്ന് പറയുന്നത്. അപ്പൊ അതാണ് സ്ഥാനാന്തരം സംഭവിച്ചിട്ടുണ്ടോ, സ്ഥാനത്തിന് മാറ്റം സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് നമ്മളെ മൂന്നാമത്തെ കോളം. ദെൻ നമ്മൾ ലാസ്റ്റ് കോളത്തിൽ ബലം പ്രയോഗിച്ച ദിശയിലാണോ സ്ഥാനമാറ്റം സംഭവിച്ചിട്ടുള്ളത് എന്ന. ഓക്കെ. ഇനി നമുക്ക് ഓരോ ചിത്രം വെച്ചിട്ട് ഈ ടേബിള് പട്ടിക ഒന്ന് കംപ്ലീറ്റ് ചെയ്താലോ? നോക്കാം. സോ ഫസ്റ്റ് വൺ ലോറിയിലേക്ക് ചുമട് കയറ്റുന്നു. ലോറിയിലേക്ക് ചുമട് കയറ്റുന്ന ചിത്രം നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. ലോറിയിലേക്ക് ചുമട് കയറ്റുന്നുണ്ട്. ദെൻ ഇവിടെ എന്താ? ബലം പ്രയോഗിക്കപ്പെട്ട വസ്തു എന്താ? ബലം പ്രയോഗിക്കപ്പെട്ട വസ്തു എന്ന് പറയുന്നത് ചുമട് തലയിൽ ഏറ്റിട്ട് ആള് ലോറിയിലേക്ക് കൊണ്ടിടുകയാണ് ചെയ്യുന്നത്. അപ്പൊ ബലം പ്രയോഗിക്കപ്പെട്ട വസ്തു എന്ന് പറയുന്നത് ചുമടാണ്. അതിന് സ്ഥാനാന്തരം സംഭവിച്ചിട്ടുണ്ടോ വസ്തുവിന്? ചുമട് ആദ്യം നിലത്തിരിക്കല്ലേ, അല്ലെങ്കിൽ ലോറിയിൽ പുറത്തല്ലേ? എന്തായാലും പുറത്തു നിന്ന് ആള് ലോറിയിലേക്കല്ലേ ലോഡ് ചെയ്യുന്നത്. അപ്പൊ അതിന് സ്ഥാനമാറ്റം സംഭവിച്ചില്ലേ? ആദ്യം നിന്ന സ്ഥലത്താണോ ആ ചുമടുള്ളത്? അല്ല. സോ നമ്മളെ വസ്തുവിന് സ്ഥാനാന്തരം സംഭവിച്ചിട്ടുണ്ട്. അത് അവിടെ തന്നിട്ടുണ്ട്. നമ്മളോട് ചോദിച്ച ബലം പ്രയോഗിച്ച ദിശയിൽ വസ്തുവിന് സ്ഥാനാന്തരമുണ്ടോ, അതായത് നമ്മൾ ബലം പ്രയോഗിക്കുന്ന ദിശയിലാണോ ഇതിന് സ്ഥാനാന്തരം സംഭവിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യമാണ്. അപ്പൊ ഞാനിപ്പോ ബലം പ്രയോഗിക്കുന്നത് ഈ ഡയറക്ഷനിലാണ്, അതായത് ഈ ദിശയിലാണെങ്കിൽ ആ വസ്തു അങ്ങോട്ട് നീങ്ങിയിട്ടുണ്ടെങ്കിലാണ് നമ്മൾ അതേ ദിശയിൽ നീങ്ങിയിട്ടുണ്ടെങ്കിലാണ് നമ്മൾ പറയുക സ്ഥാനാന്തരം അതേ ദിശയിലാണ് എന്നുള്ളത്.
അപ്പോൾ നമ്മളെ ലോഡിന്റെ കേസിൽ നോക്ക്, വസ്തുവിന് ബലം പ്രയോഗിച്ചത് മുകളിലേക്ക് ലോറിയിലേക്ക് തന്നെയാ. വസ്തു സ്ഥാനാന്തരപ്പെട്ടത് എങ്ങോട്ടാ? സ്ഥാനമാറ്റം സംഭവിച്ചത് എങ്ങോട്ടാ? ലോറിയിലേക്ക് തന്നെയാണ്. അതാണ് ഇവിടെ കൊടുത്തത്. സ്ഥാനാന്തരം ദിശയിലുണ്ട്, സ്ഥാനാന്തരം സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത്. ക്ലിയർ ആയോ? ഇനി രണ്ടാമത്തത്, വലിയ പാറ തള്ളി നീക്കാൻ ശ്രമിക്കുന്നു. ഒരു കുട്ടി വലിയ പാറ തള്ളി നീക്കാൻ ശ്രമിക്കുന്നുണ്ട്. കാണുന്നില്ലേ? പിക്ചറിൽ ബിയിൽ കാണുന്നുണ്ടല്ലോ. ഇവിടെ നോക്ക്, ബലം പ്രയോഗിക്കപ്പെടുന്നത് എവിടെയാ? പാറയിലാണ്. ക്ലിയർ അല്ലേ? ദെൻ വസ്തുവിന് സ്ഥാനാന്തരം സംഭവിച്ചിട്ടുണ്ടോ? പാറ അവിടുന്ന് സ്ഥാനാന്തരപ്പെട്ടിട്ടുണ്ടോ? പാറയ്ക്ക് എന്തെങ്കിലും സ്ഥാനമാറ്റം ഉണ്ടാവുന്നുണ്ടോ? ഇല്ലല്ലോ. നമ്മളിപ്പോ നമ്മളെ വീട്ടിലെ ചുമരില് നല്ല രീതിയിൽ ബലം പ്രയോഗിച്ചു എന്ന് വെച്ചോ, ആ ചുമരിന് എന്തെങ്കിലും സ്ഥാനമാറ്റം സംഭവിക്കുമോ? ഇല്ല. പക്ഷെ നമ്മൾ ബലം പ്രയോഗിച്ചിട്ടുണ്ട്, സ്ഥാനാന്തരം സംഭവിച്ചിട്ടില്ലല്ലോ. അതുപോലെ തന്നെയാണ് ഈ പാറ. ബലം പ്രയോഗിക്കപ്പെട്ടിട്ടുണ്ട്, അത് നമ്മളെ പാറയിലാണ്, എന്നാലും അതിന് സ്ഥാനമാറ്റം സംഭവിച്ചിട്ടില്ല. സോ ഇല്ല. സ്ഥാനമാറ്റം സംഭവിക്കാത്തൊരു വസ്തുവിന് സ്ഥാനാന്തരം സംഭവിച്ച ദിശയിലാണോ, ബലം പ്രയോഗിച്ച ദിശയിലാണോ സ്ഥാനാന്തരം സംഭവിച്ചത് എന്ന് പറയാൻ പറ്റുമോ? സ്ഥാനാന്തരമേ ഉണ്ടായിട്ടില്ല. പിന്നെ ആ ദിശ നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. സോ നമുക്ക് എഴുതാം ഇല്ല. ക്ലിയർ? ഇനി നമുക്ക് നോക്കേണ്ടത് മൂന്നാമത്തത് കാണുന്നില്ലേ? സൂപ്പർ മാർക്കറ്റിൽ ട്രോളി തള്ളിക്കൊണ്ടുപോകുന്നുണ്ട്. ബലം പ്രയോഗിക്കപ്പെട്ട വസ്തു എന്താണ്? ട്രോളിയിലല്ലേ ബലം പ്രയോഗിക്കപ്പെടുന്നത്. അവിടെ വസ്തുവിന് സ്ഥാനാന്തരം സംഭവിക്കുന്നുണ്ടോ ഇല്ലയോ എന്നാ ചോദിച്ചത്. ട്രോളി തള്ളിക്കൊണ്ടുപോകുമ്പോൾ ട്രോളി നീങ്ങുന്നില്ലേ? ട്രോളിയിൽ സാധനം ഇട്ട് കൊണ്ടുപോകാനാണല്ലോ നമ്മൾ ട്രോളി കൊണ്ടുപോകുന്നത്. അപ്പൊ നമുക്ക് പോകേണ്ട ദിശയിൽ അല്ലെ നമ്മൾ പോകുന്നതിന്റെ കൂടെ ട്രോളിയും വരുന്നില്ലേ? സ്ഥാനാന്തരം സംഭവിക്കുന്നുണ്ടല്ലോ. സംഭവിച്ചിട്ടുണ്ട്. സ്ഥാനാന്തരം ബലം പ്രയോഗിച്ച ദിശയിലായിരിക്കോ? ആള് മുന്നോട്ട് തള്ളുന്നുണ്ടേ ആ ട്രോളി എങ്ങോട്ടാ പോകുന്നത്? മുന്നോട്ട് തന്നെയാ. സോ ഉണ്ട്, നമുക്ക് പറയാം ഉണ്ട്. ക്ലിയർ ആയോ? തന്നെ അടുത്തത്, അവസാനത്തത്, തലയിൽ ചുമടുമായി ഒരാൾ നിൽക്കുന്നു. തലയിൽ ചുമടുമായി ഒരാൾ നിൽക്കുകയാണെങ്കിൽ നടക്കുകയല്ല. നിൽക്കുന്ന സമയത്ത് ചുമടുമായി ഇങ്ങനെ നിന്ന ചുമടിന് എന്തേ സ്ഥാനമാറ്റം ഉണ്ടോ? അതായത് ബലം കൊടുക്കുന്നത് എവിടെയാ? ഈ ചുമടിനാണ്. പക്ഷേ നമുക്ക് നോക്കാം. ബലം പ്രയോഗിക്കപ്പെട്ട വസ്തു എന്താണ്? ചുമട്. വസ്തുവിന് സ്ഥാനാന്തരം സംഭവിക്കുന്നുണ്ട്. ഇങ്ങനെ നിൽക്കുന്ന ഒരാളെ തലയിൽ ഇത് ഇങ്ങനെ തന്നെ നിൽക്കുക ചെയ്യുന്നത്. അതിനൊരു സ്ഥാനമാറ്റം ഒന്നും ഉണ്ടാകുന്നില്ല. എവിടെയാണോ വെച്ചത് അവിടെ തന്നെ നിൽക്കുകയാണ് ചെയ്യുന്നത്. സോ അതിന് സ്ഥാനാന്തരം ഇല്ല. പിന്നെ ദിശ നോക്കേണ്ട ആവശ്യമുണ്ടോ? സ്ഥാനാന്തരമേ ഇല്ല. അപ്പൊ ദിശ എന്ന് പറയുന്നത് സ്ഥാനാന്തരം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ദിശ, അതായത് സ്ഥാനാന്തരം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ബലം പ്രയോഗിക്കപ്പെട്ട ദിശയിലാണോ സ്ഥാനാന്തരം എന്നാണ് പറയേണ്ടത്. പക്ഷെ ഇവിടെ സ്ഥാനാന്തരമേ സംഭവിച്ചിട്ടില്ല. അപ്പൊ ഇത് ക്ലിയർ ആയല്ലോ. നമ്മളെ എക്സാമ്പിൾ ക്ലിയർ ആയല്ലോ നിത്യജീവിതത്തിൽ കാണുന്നത്. ഇനി ഞാൻ എന്താണ് പ്രവൃത്തി എന്ന് പറയാ. അപ്പൊ പ്രവൃത്തി പറഞ്ഞു കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും ആ ഉദാഹരണങ്ങൾ അല്ലെ ആ പ്രവർത്തനങ്ങൾ നോക്കിയിട്ട് അതിൽ ഏതൊക്കെ നമുക്ക് പ്രവൃത്തി ചെയ്യപ്പെട്ടു എന്നൊക്കെ പറയാൻ സാധിക്കുന്നുള്ളതാണ് നോക്കുന്നത്. അപ്പൊ ആദ്യം തന്നെ നമുക്ക് പറയാം, പ്രവൃത്തി ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് നിങ്ങൾക്ക് ഇതിൻ്റെ ഡെഫിനിഷൻ ചോദിക്കാം. പ്രവൃത്തിൻ്റെ ഡെഫിനിഷൻ ചോദിക്കാം. അപ്പം ഇത് അറിഞ്ഞിരിക്കണം. എന്താണ് പ്രവൃത്തി എന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. നമുക്ക് നോക്കാം. ഒരു വസ്തുവിൽ ബലം പ്രയോഗിക്കുകയോ അതുമൂലം വസ്തുവിന് സ്ഥാനാന്തരം ഒരു വസ്തുവിൽ ബലം പ്രയോഗിക്കുകയും അതുമൂലം വസ്തുവിന് സ്ഥാനാന്തരം ബലം പ്രയോഗിക്കുകയും അതുമൂലം വസ്തുവിന് ബലത്തിന്റെ ദിശയിൽ സ്ഥാനാന്തരം സംഭവിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ ബലം വസ്തുവിൽ പ്രവൃത്തി ചെയ്തതായി കണക്കാക്കാം. അതെന്താ പറയുന്നത്? ഇപ്പൊ എനിക്ക് വായിക്കുമ്പോൾ ഒരു കുറച്ച് വലിയതായിട്ട് തോന്നും, പക്ഷെ ഒന്നുമില്ല. അതിന്റെ കാര്യം മനസ്സിലായ ഇത് വളരെ സിമ്പിളാണ്. നമുക്ക് നോക്കാം. ഇവിടെ ഒരു ബോക്സ് ഉണ്ട്, കാണുന്നുണ്ടല്ലോ. ഇവിടെ ഒരു ബോക്സ് ഉണ്ട്. ഇതാണ് നമ്മളെ വസ്തു.
ഞാൻ ഈ ബോക്സിൽ ഒരു എഫ് ന്യൂട്ടൺ അല്ലെങ്കിൽ ബലം പ്രയോഗിക്കുകയാണ്. ഞാനൊരു ഒരു അളവ് ബലം ഈ വസ്തുവിൽ പ്രയോഗിച്ച സമയത്ത് ഈ വസ്തു ഇങ്ങോട്ടേക്ക് സ്ഥാനം മാറി, അതിന് സ്ഥാനാന്തരം സംഭവിച്ചു. ഇവിടെ ഇനീഷ്യൽ പൊസിഷൻ എന്ന് കൊടുത്തിട്ടുണ്ട്. ഇനീഷ്യൽ പൊസിഷൻ എന്ന് പറഞ്ഞാൽ അത് ആദ്യമുള്ള സ്ഥാനം എന്നാണ് ഉദ്ദേശിക്കുന്നത്, വേറൊന്നല്ല. അത് തുടക്കത്തിലുള്ള സ്ഥാനം, അതാണ് ഇനീഷ്യൽ പൊസിഷൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇത് അവസാനമുള്ള സ്ഥാനം മാറ്റം സംഭവിച്ചിട്ട് അവസാനമുള്ള സ്ഥാനമാണ് ഫൈനൽ പൊസിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ വസ്തുവിന് ബലം പ്രയോഗിച്ച സമയത്ത് ഈ വസ്തു ഇങ്ങോട്ട് സ്ഥാനമാറ്റം ചെയ്യപ്പെട്ടു. അപ്പോൾ അവിടെ സ്ഥാനാന്തരം സംഭവിച്ചു. എസ് വെച്ചിട്ടാണ് നമ്മൾ സ്ഥാനാന്തരം റെപ്രസെന്റ് ചെയ്യുക, അതായത് സ്ഥാനാന്തരം പറയാം. ഫോഴ്സ് അല്ലെങ്കിൽ ബലം നമ്മൾ കാണിക്കുക എഫ് വെച്ചിട്ടാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഈ വസ്തു ഇങ്ങോട്ടേക്ക് സ്ഥാനാന്തരം സംഭവിക്കുക അല്ലെങ്കിൽ സ്ഥാനമാറ്റം സംഭവിക്കുകയോ ചെയ്തിട്ടുണ്ട്. അപ്പം എനിക്ക് പറയാം ഞാൻ ബലം പ്രയോഗിച്ചു, ഞാൻ പ്രവൃത്തി ചെയ്യപ്പെട്ടു, ബലം പ്രയോഗിച്ചു, അതിനാൽ സ്ഥാനാന്തരം ഉണ്ടായി, പ്രവൃത്തി ചെയ്യപ്പെട്ടു എന്ന് പറയാം. ഒന്നുകൂടെ വിശദമായിട്ട് പറഞ്ഞുതരാം, ഡെഫിനിഷൻ വെച്ചിട്ട് പറഞ്ഞുതരാം. ഒരു വസ്തുവിൽ ബലം പ്രയോഗിച്ചപ്പോൾ, ഞാൻ ഈ വസ്തുവിൽ ബലം പ്രയോഗിച്ചപ്പോൾ അതുമൂലം വസ്തുവിന് ബലത്തിന്റെ ദിശയിൽ സ്ഥാനാന്തരം. ഈ ബലം പ്രയോഗിച്ചപ്പോൾ ഈ ബലം കാരണം ഈ വസ്തുവിന് ബലത്തിന്റെ ദിശ എന്ന് പറയുന്നത് ഇങ്ങോട്ടല്ലേ ഞാൻ കൊടുത്തത്, ഇവിടുന്ന് ഇങ്ങോട്ടേക്കാണ് ഞാൻ ബലം കൊടുത്തത്. ബലത്തിന്റെ ദിശയിൽ, അതേ ദിശയിൽ സ്ഥാനമാറ്റം സംഭവിക്കുക അല്ലെങ്കിൽ സ്ഥാനാന്തരം സംഭവിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ, ബലത്തിന്റെ ദിശയിൽ ബലം പ്രയോഗിച്ചു, ബലത്തിന്റെ ദിശയിൽ സ്ഥാനമാറ്റവും സംഭവിക്കുന്നുണ്ടെങ്കിൽ ബലം വസ്തുവിൽ പ്രവൃത്തി ചെയ്തതായി കണക്കാക്കാം. ഞാൻ കൊടുത്ത ബലം ഈ വസ്തുവിൽ ഒരു പ്രവൃത്തി ചെയ്തതായിട്ട് എനിക്ക് കണക്കാക്കാം എന്നാണ് പറയുന്നത്. അപ്പൊ എന്ത് വേണം? ബലം കൊടുക്കുകയും വേണം, ബലം കൊടുത്ത ദിശയിൽ സ്ഥാനമാറ്റം ഉണ്ടാവുകയും വേണം. ബലം കൊടുത്താൽ മാത്രം പോരാ, ബലം കൊടുത്ത ദിശയിൽ ആ വസ്തുവിന് സ്ഥാനമാറ്റം ഉണ്ടെങ്കിലാണ് നമ്മൾ എന്ത് പറയാ, ആ ബലം ആ വസ്തുവിന് പ്രവൃത്തി ചെയ്യപ്പെട്ടു എന്ന് പറയുള്ളൂ. ക്ലിയർ ആയോ? നമുക്ക് നോക്കാം. ഇനി ഇവിടെ നോക്കാം, പട്ടിക 6.1 ഏതൊക്കെ സന്ദർഭങ്ങളിലാണ് പ്രവൃത്തി ചെയ്യപ്പെട്ടത്, ഇവിടെ പ്രവൃത്തി ചെയ്യപ്പെടാത്ത സന്ദർഭങ്ങൾ ഏതൊക്കെ എന്നാണ്. ഈ പട്ടിക എന്ന് പറയുന്നത് നമുക്ക് നോക്കാം. നമ്മൾ ആദ്യം പറഞ്ഞില്ലേ, നമ്മൾ ആദ്യം പറഞ്ഞിട്ടുള്ള നിത്യജീവിതത്തിൽ കാണുന്ന ചില പ്രവർത്തനങ്ങളില്ലേ, ഈ ഈ പട്ടികയാണ് അവിടെ പറയുന്നത്. നമുക്ക് നോക്കാം. ഒരു പ്രവൃത്തി ചെയ്യപ്പെട്ടു എന്ന് പറയണമെങ്കിൽ ബലം പ്രയോഗിക്കണം. ബലം പ്രയോഗിച്ച ദിശയിൽ ആ വസ്തുവിന് സ്ഥാനമാറ്റം സംഭവിച്ചാൽ മാത്രമാണ് നമ്മൾ എന്ത് പറയാ, ഒരു വസ്തുവിൽ ബലം പ്രയോഗിച്ചു, പ്രവൃത്തി ചെയ്യപ്പെട്ടു എന്ന് പറയും. നമ്മൾ പ്രവൃത്തി ചെയ്തു, നമ്മൾ കൊടുത്ത ബലം ആ വസ്തുവിൽ പ്രവൃത്തി ചെയ്തു എന്ന് പറയുള്ളൂ. അപ്പൊ നമുക്ക് ഈ സിറ്റുവേഷൻസ് ഒന്ന് നോക്കാം, സന്ദർഭങ്ങൾ നോക്കാം. ഇവിടെ നമുക്ക് നോക്കാം, ബലം പ്രയോഗിക്കുക, എല്ലാത്തിലും ബലം പ്രയോഗിച്ചിട്ടുണ്ട്. കാരണം ഇവിടെ ചുമടിന് ബലം കൊടുത്ത്, പാറയ്ക്ക് ബലം കൊടുത്ത്, ട്രോളിക്ക്, ചുമടിനൊക്കെ നമ്മൾ ബലം കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് ക്ലിയർ ആയി. ഇനി പ്രവൃത്തി ചെയ്തു എന്ന് പറയണമെങ്കിൽ സ്ഥാനാന്തരം ഉണ്ടാവണം, ബലം കൊടുത്ത ദിശയിൽ സ്ഥാനാന്തരം ഉണ്ടാവണം. അപ്പൊ ഇവിടെ എന്താ, സ്ഥാനാന്തരം ഉണ്ടായിട്ടുണ്ട്. ബലം പ്രയോഗിച്ച ദിശയിൽ വസ്തുവിന് സ്ഥാനാന്തരം ഉണ്ടായിട്ടുണ്ട്. ഇവിടെ സ്ഥാനാന്തരമില്ല. അടുത്തതിൽ സ്ഥാനാന്തരമുണ്ട്, ബലം പ്രയോഗിച്ച ദിശയിലാണ് സ്ഥാനാന്തരം. ഇതുണ്ട്. നമുക്ക് പറയാം ലാസ്റ്റ് വണ്ണിൽ എന്താ, ഇല്ല, ബലം പ്രയോഗിച്ചിട്ടുണ്ട്, സ്ഥാനാന്തരം സംഭവിച്ചിട്ടില്ല. അപ്പൊ എന്താണ്, ഇതിൽ ഏതൊക്കെ സന്ദർഭങ്ങളാണ് പ്രവൃത്തി ചെയ്തു എന്ന് പറയണമെങ്കിൽ ബലം പ്രയോഗിക്കണം. ബലം എല്ലാത്തിലും പ്രയോഗിച്ചിട്ടുണ്ട്. സ്ഥാനാന്തരം സംഭവിക്കണം. സ്ഥാനാന്തരം സംഭവിച്ച 2 സന്ദർഭങ്ങൾ, അതും സ്ഥാനാന്തരം ബലം കൊടുത്ത ദിശയിലാണ്. അത് 2 സന്ദർഭങ്ങളാണ്, എയും സിയുമാണ്.
എയും സിയുമാണ് നമ്മൾ പ്രവൃത്തി ചെയ്ത സന്ദർഭങ്ങൾ. എന്നാൽ ബിയും ഡിയും ഒരു ലോഡ് തലയിൽ ഉയർത്തിപ്പിടിച്ചതും അതുപോലെ തന്നെ ഒരു പാറ തള്ളി നീക്കാൻ ശ്രമിച്ചതും. ആ പാറയിൽ ബലം കൊടുത്തത് എന്താണ്? ബലം പ്രവൃത്തി ചെയ്തിട്ടില്ല എന്ന് നമുക്ക് പറയാം. കാരണം ആ രണ്ട് സന്ദർഭങ്ങളിലും സ്ഥാനമാറ്റം ഉണ്ടായിട്ടില്ല. ബലം പ്രയോഗിച്ചിട്ടുണ്ടെങ്കിൽ പോലും അവിടെ സ്ഥാനാന്തരം സംഭവിച്ചിട്ടില്ല. ക്ലിയർ? ഇനി നമുക്ക് പറയാനുള്ളത് പ്രവൃത്തിയുടെ അളവ് എങ്ങനെയാണ് നമ്മൾ നോക്കുക? അതിന് എന്തൊക്കെ കാര്യങ്ങളാണ് അത് പ്രവൃത്തിയുടെ അളവ് നമുക്ക് മെഷർ ചെയ്യാൻ അല്ലെ അളക്കാൻ വേണ്ടിയിട്ട് ആവശ്യം? അത് എന്തൊക്കെയായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അത് നമുക്ക് ഇവിടെ ഒരു രണ്ട് സന്ദർഭം ഇവിടെയും കൊടുത്തിട്ടുണ്ട്. ഈ സന്ദർഭത്തിലൂടെ കുറച്ചുകൂടെ വ്യക്തമായിട്ട് മനസ്സിലാക്കാം. നിങ്ങൾക്ക് കാണാം, നിരപ്പായ വരാന്തയിലൂടെ 10 മീറ്റർ അകലേക്ക് രോഗികളെ ഒരു അറ്റൻഡർ കൊണ്ടുപോയി. ആ രണ്ട് സന്ദർഭങ്ങൾ ചിത്രീകരിച്ചിരിക്കുന്നു. ഇതാ ഒരു അറ്റൻഡർ ഉണ്ട്, ഒരു രോഗീനെ വീൽ ചെയറിൽ അറ്റൻഡർ 10 മീറ്റർ അകലേക്ക് കൊണ്ടുപോവുക. 10 മീറ്റർ അകലേക്കാണ് കൊണ്ടുപോകുന്നത്. കാണാലോ? രണ്ടുപേരെ ശ്രദ്ധിച്ച് നോക്കണേ. രണ്ടുപേരും ഒരുപോലെ ആണോ നോക്കണം. രോഗികളുടെ ഭാരത്തിൽ വ്യത്യാസം വരുന്നതിനനുസരിച്ച് പ്രയോഗിക്കേണ്ട ബലത്തിൽ വ്യത്യാസം വരുമല്ലോ. അതായത് ഇപ്പൊ നമ്മളെ കാര്യത്തിൽ തന്നെ ഇതല്ലാത്തൊരു സന്ദർഭം ഞാൻ പറയാണ്. നിങ്ങൾ ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി. നിങ്ങളുടെ മുന്നിൽ ഒരു പ്ലാസ്റ്റിക്കിന്റെ ടേബിൾ ഉണ്ട്, അതേ സ്ഥാനത്ത് നല്ല കനമുള്ളൊരു മരത്തിന്റെ ടേബിൾ ഉണ്ട്. നിങ്ങൾ ബലം കൊടുത്തിട്ട് അത് രണ്ടും നിങ്ങൾക്ക് അതിനൊരു സ്ഥാനമാറ്റം വരുത്തണം, അല്ലെ നിങ്ങൾക്ക് അത് നീക്കണമെങ്കിൽ നിങ്ങൾ പ്ലാസ്റ്റിക്കിന്റെ ടേബിളിന് കൊടുക്കുന്ന അതേ ബലമാണോ നിങ്ങൾ മരത്തിന്റെ ടേബിളിന് കൊടുക്കുക? അല്ലല്ലോ. അതേ ബലം കൊടുത്താൽ നിങ്ങളെ മരത്തിന്റെ ടേബിൾ നീങ്ങുമോ? സ്ഥാനമാറ്റം സംഭവിക്കോ? ഇല്ല. പ്ലാസ്റ്റിക്കിന്റെ ടേബിളിൽ സ്ഥാനമാറ്റം സംഭവിക്കുന്നുണ്ടെങ്കിലും മരത്തിന് സംഭവിക്കാൻ ആ ഒരു ബലത്തിൽ സാധിക്കില്ല. കുറച്ചധികം ബലം കൊടുക്കണം. അതേ കാര്യം തന്നെയല്ലേ ഈ സന്ദർഭത്തിൽ വരുന്നത്. ഇവർക്ക് വെയിറ്റ് കുറച്ച് കുറവാണ്, കാണുമ്പോൾ നമുക്ക് അങ്ങനെയാണ് തോന്നുന്നത്. ആൻഡ് ഇയാൾക്ക് കുറച്ചധികം വെയിറ്റ് ഉള്ളത് കൊണ്ട് തന്നെ ഈ കുട്ടി കുറച്ചധികം ബലം കൊടുക്കണം ഇയാളുടെ കേസിൽ. ഇവിടെ അത്ര ബലം ആവശ്യമില്ല. ക്ലിയർ? നമുക്ക് നോക്കാം അതെന്തുകൊണ്ടാണ്. ഭാരം കൂടുന്നതിനനുസരിച്ച് വീൽ ചെയറിൽ അനുഭവപ്പെടുന്ന ഘർഷണ ബലം കൂടുന്നത് കൊണ്ടല്ലേ ഇത് എന്ന്. അതായത് നമ്മളെ ഭാരം കൂടുമ്പം വീൽ ചെയറിൽ അനുഭവിക്കുന്ന ഘർഷണ ബലം എന്തായിരിക്കും? കൂടുതലായിരിക്കും. അപ്പൊ അങ്ങനെ ഒരു ബലം ഉള്ളത് കൊണ്ട് ഘർഷണ ബലം എന്താ? നമുക്ക് ഈസി ആയിട്ട് തള്ളാൻ പറ്റൂല. ഘർഷണ ബലം അങ്ങോട്ട് അതിന്റെ ഓപ്പോസിറ്റേക്കാണ് ആക്ട് ചെയ്യുന്നത്, എതിർദിശയിലാണ് ആക്ട് ചെയ്യുന്നത്. അപ്പം ഭാരം കൂടുതൽ ഉണ്ടാകുമ്പം ഘർഷണ ബലം കൂടുതലായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കുറച്ചധികം ബലം കൊടുക്കേണ്ടതായി വരുന്നുണ്ട്. ഇനി നമുക്ക് നോക്കാം. 10 മീറ്റർ ദൂരേക്ക് എത്തിക്കുന്നത് വരെ സന്ദർഭം 1 രോഗിയെ കൊണ്ടുപോകാൻ 40 ന്യൂട്ടൺ ബലം മതി. സന്ദർഭം 2 രോഗിയെ കൊണ്ടുപോകാൻ 70 ന്യൂട്ടൺ ബലവും വേണം. അതായത് ഒരു സന്ദർഭം 1 ആ അമ്മൂമ്മയില്ലേ, അവരെ കൊണ്ടുപോകാൻ 40 മീറ്റർ ബലം മതിയെങ്കിൽ രണ്ടാമത്തെ രോഗിയെ കൊണ്ടുപോകാൻ 70 ന്യൂട്ടൺ ബലം വേണം. ന്യൂട്ടൺ എന്ന് പറയുന്ന ബലത്തിന്റെ SI യൂണിറ്റ് ആണ്. ദെൻ രണ്ടവസരങ്ങളിലും വീൽ ചെയറിൽ സമാന വേഗത്തിലാണ് രണ്ടവസരത്തിലും സഞ്ചരിക്കുന്നത്. സമാന പാതയിലൂടെയാണ് കൊണ്ടുപോയത്. വീൽ ചെയറിനുണ്ടായിരുന്ന സ്ഥാനാന്തരം എന്താ? തുല്യമാണ്. രണ്ടിലും എന്താ? 10 മീറ്റർ തന്നെയാണ്. സ്ഥാനാന്തരം തുല്യാണ്, വേഗം തുല്യാണ്, ഒരേ അളവിലാണ്, ഒരേ ദിശയിലാണ്, സമാന പാതയിലാണ്. ആകെ വന്നിട്ടുള്ള വ്യത്യാസം എന്താണ്? പ്രയോഗിക്കപ്പെട്ട ബലം എന്ന് പറയുന്നത് സന്ദർഭം 1 40 ന്യൂട്ടൺ ആണെങ്കിൽ സന്ദർഭം 2 70 ന്യൂട്ടൺ ബലമാണ് പ്രയോഗിച്ചിട്ടുള്ളത്. ഏത് സന്ദർഭത്തിലാണ് കൂടുതൽ പ്രവൃത്തി ചെയ്തിട്ടുണ്ടാവുക? എന്തുകൊണ്ടാണ്? ഏത് സന്ദർഭത്തിലായിരിക്കും പ്രവൃത്തി ചെയ്തിട്ടുണ്ടാവുക കൂടുതൽ? സന്ദർഭം 2.
കാരണം എന്താ, സന്ദർഭം 2 നമ്മൾ 70 ന്യൂട്ടൺ ബലം കൊടുത്തിട്ടുണ്ട്. കൂടുതൽ ബലം കൊടുക്കുമ്പോൾ കൂടുതൽ പ്രവൃത്തി ചെയ്യുന്നുണ്ട്. ക്ലിയർ? അപ്പം അത് നിങ്ങളൊന്നും ആലോചിക്കേണ്ട. നിങ്ങൾ ഈ വെയിറ്റുള്ള മരത്തിൻ്റെ ടേബിൾ തള്ളി നീക്കാനാണോ, നിങ്ങൾ പ്ലാസ്റ്റിക്കിൻ്റെ ടേബിൾ തള്ളി നീക്കാനാണോ നിങ്ങൾ കൂടുതൽ പണിയെടുക്കുക, കൂടുതൽ വർക്ക് ചെയ്യുക? കൂടുതൽ വർക്ക് ചെയ്യാന്ന് പറയുമ്പോഴത്തേനാ മരത്തിൻ്റെ വെയിറ്റുള്ള ടേബിൾ തള്ളാൻ തന്നെയാണ്. ക്ലിയർ ആയോ? അത് തന്നെയല്ലേ ഇവിടെ സന്ദർഭം 2. കാരണം കൂടുതൽ ബലം ഉപയോഗിക്കുന്നത് എവിടെയാ? കൂടുതൽ ബലം ഉപയോഗിക്കുന്ന സന്ദർഭം 2ലാണ്. ഇനി അടുത്തത്, ഇവിടെ പ്രവൃത്തിയുടെ അളവിനെ സ്വാധീനിക്കുന്ന ഘടകം ഏതാണ്? ബലം, സ്ഥാനാന്തരം. ഏതാ? സ്ഥാനാന്തരം 2ലും 10 മീറ്ററാ, അത് മാറുന്നൊന്നുമില്ല. പക്ഷെ ബല മാറുന്നത്. അപ്പൊ ഇവിടെ നമ്മളെ പ്രവൃത്തിയുടെ അളവിനെ സ്വാധീനിക്കുന്ന ഘടകം എന്ന് പറയുന്നത് ബലം ആണ്, ഫോഴ്സ് ആണ്. ക്ലിയർ? അടുത്തതാണ്, രണ്ടാമത്തെ സന്ദർഭത്തിലെ രോഗിയെ സമാന സാഹചര്യങ്ങളിൽ 20 മീറ്റർ അകലേക്ക് കൊണ്ടുപോകേണ്ടി വന്നുവെങ്കിൽ പ്രവൃത്തിയുടെ അളവ് കൂടുമല്ലോ. രണ്ടാമത്തെ സന്ദർഭത്തിൽ അതേ രോഗിന് 70 ന്യൂട്ടൺ ബലം തന്നെ ഉപയോഗിച്ചിട്ട് ഞാൻ ആദ്യം 10 മീറ്റർ അല്ലേ, 20 മീറ്റർ ദൂരേക്കാണ് എനിക്ക് കൊണ്ടുപോകേണ്ടത്. അങ്ങനെയാണെങ്കിൽ അവിടുത്തെ പ്രവൃത്തിൻ്റെ അളവ് കൂടൂലേ? കുറച്ച് ദൂരം കൊണ്ടുപോകാൻ ഞാൻ കൊടുത്ത പ്രവൃത്തിയായിരിക്കും ഞാൻ കുറേ ദൂരം കൊണ്ടുപോകാൻ ഉപയോഗിക്കുന്നത്. അല്ല, പ്രവൃത്തിയുടെ ബലം കൂടും. പിന്നെ അവിടെ പ്രവൃത്തിയുടെ അളവ് വർദ്ധിക്കാൻ കാരണമായ ഘടകം ഏതാണ്? ബലം, സ്ഥാനാന്തരം. അവിടെ ഏതാ? ബലം 70, അയാളെ 10 മീറ്റർ കൊണ്ടുപോകാനും 20 മീറ്റർ കൊണ്ടുപോകാനും ഞാൻ ഉപയോഗിച്ച ബലം 70 ന്യൂട്ടൺ തന്നെയാണ്. പക്ഷേ എന്താണ് മാറ്റം വന്നത്? സ്ഥാനാന്തരം കൂടി. എത്രയായി? 20 മീറ്ററായി. അപ്പൊ സ്ഥാനാന്തരമാണ് ഇവിടെ പ്രവൃത്തിയുടെ അളവ് സ്വാധീനിച്ച ഘടകം. ഇനി പ്രവൃത്തിയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ നമ്മൾ 2 സന്ദർഭത്തിലൂടെ പറഞ്ഞു. അപ്പൊ അതൊന്ന് എടുത്ത് എഴുതിയിട്ടുള്ളതാണ്. പ്രവൃത്തിയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്ന് ചോദിക്കാം നിങ്ങളോട്, ഏതൊക്കെയാണെന്നുള്ളത് 2 എണ്ണമാണ്. അതിലൊന്ന് എന്ന് പറയുന്നത് ബലം. കൂടുതൽ ബലം കൊടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി കൂടുതലായിരിക്കും. ഒരേ സ്ഥാനാന്തരമാണെങ്കിലാണ്. അതേ സ്ഥാനത്ത് നമ്മൾ രണ്ടാമത്തതാണ് സ്ഥാനാന്തരം. സ്ഥാനാന്തരം എന്ന് പറയുന്നത് നമ്മൾ സ്ഥാനാന്തരം കൂടുതലാണെങ്കിൽ, ഒരേ ബലമാണെങ്കിൽ സ്ഥാനാന്തരം കൂടുതലാണെങ്കിൽ പ്രവൃത്തിയുടെ അളവ് എന്ന് പറയുന്നത് കൂടുതലായിരിക്കും. നമുക്ക് നോക്കാം. 2 ഫാക്ടറാണ്, 2 ഘടകങ്ങളാണ് പ്രവൃത്തിയെ സ്വാധീനിക്കുന്നത്. ബലം, സ്ഥാനാന്തരം. ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കി വെക്കണം. ബലം, സ്ഥാനാന്തരം. നമുക്ക് നോക്കാം. പ്രയോഗിച്ച ബലത്തിൻ്റെയും വസ്തുവിന് ബലത്തിന്റെ ദിശയിലുണ്ടായ സ്ഥാനാന്തരത്തിന്റെയും ഗുണന ഫലമായിരിക്കും പ്രവൃത്തിയുടെ അളവ്. ഇനി പ്രവൃത്തിയുടെ അളവാ പറയുന്നത്. പ്രവൃത്തിന് സ്വാധീനിക്കുന്ന 2 ഘടകമാണുള്ളത്, ബലം, പിന്നെ അതുകൂടാതെ സ്ഥാനാന്തരം. ഇനി നമുക്ക് പ്രവൃത്തി എങ്ങനെയാണ് അളക്കുന്നത്? പ്രവൃത്തിയുടെ അളവ് എന്ന് പറയുന്നത് ബലത്തിൻ്റെയും ഇവിടെ ഉണ്ട്, പ്രവൃത്തി ഈക്വൽ ടു ബലം ഇൻറ്റു സ്ഥാനാന്തരം. പ്രവൃത്തിയുടെ അളവ് എന്ന് പറയുന്നത് നമ്മൾ പ്രയോഗിച്ച ബലത്തിൻ്റെയും ബലത്തിന്റെ ദിശയിൽ വസ്തുവിന് ഉണ്ടായ സ്ഥാനാന്തരത്തിന്റെ അളവിന്റെ ഗുണനഫലമായിരിക്കും എന്ന് പറയുന്നത് നമ്മൾ ചെയ്ത പ്രവൃത്തി റെപ്രസെന്റ് ചെയ്യുക. അതായത് കാണിക്കുന്നത് നമ്മൾ ക്യാപിറ്റൽ W വെച്ചിട്ടാണ്. W ഇസ് ഈക്വൽ ടു FS, അതായത് ബലം ഇൻറ്റു സ്ഥാനാന്തരം. ബലത്തിൻ്റെയും സ്ഥാനാന്തരത്തിൻ്റെയും ഗുണനഫലം ആണ്. ക്ലിയർ? പ്രോബ്ലം ചെയ്യാൻ വരിക, അത് വെച്ചിട്ട് നമുക്ക് കുറച്ച് പ്രോബ്ലംസ് ചെയ്യാനുണ്ടാവും. നമുക്ക് ചെയ്യാം. അടുത്തത് പ്രവൃത്തിയുടെ യൂണിറ്റാണ്. പ്രവൃത്തി എങ്ങനെ അളക്കാം എന്നുള്ളത് നമ്മൾ കണ്ടുപിടിച്ച്, പ്രവൃത്തിൻ്റെ ഇക്വേഷൻ നമ്മൾ കണ്ടുപിടിച്ച്. പ്രവൃത്തിൻ്റെ സമവാക്യമാണ് W ഇസ് ഈക്വൽ ടു F ഇൻറ്റു S, ദാറ്റ് ഈസ് പ്രവൃത്തി ഇസ് ഈക്വൽ ടു ബലം ഇൻറ്റു സ്ഥാനാന്തരം. ഇനി പ്രവൃത്തിയുടെ യൂണിറ്റ് ആണ് നമുക്ക് നോക്കേണ്ടത്. F ന്യൂട്ടൺ ബലം
എഫ് ന്യൂട്ടൺ. ന്യൂട്ടൺ എന്ന് പറയുന്നത് ബലത്തിന്റെ SI യൂണിറ്റ് ആണ്. എഫ് ന്യൂട്ടൺ ബലം തുടർച്ചയായി പ്രയോഗിച്ചപ്പോൾ, എഫ് ന്യൂട്ടൺ ബലം ഞാൻ തുടർച്ചയായിട്ട് ഒരു വസ്തുവിൽ പ്രയോഗിച്ചപ്പോൾ ബലത്തിന്റെ ദിശയിലുണ്ടായ സ്ഥാനാന്തരം എസ് മീറ്റർ ആണ്. പ്രയോഗിച്ചപ്പോൾ ബലത്തിന്റെ ദിശയിലുണ്ടായ സ്ഥാനാന്തരം എന്ന് പറയുന്നത് എസ് മീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ ബലം വസ്തുവിൽ ചെയ്ത പ്രവൃത്തി, ബലം വസ്തുവിൽ ചെയ്ത പ്രവൃത്തി എന്ന് പറയുന്നത് ബലം ഇൻറ്റു സ്ഥാനാന്തരം, W/Fs. അതാണ് നമ്മൾ പറഞ്ഞ ഗുണനഫലമാണ് എന്നുള്ളത്. ഇനി പ്രവൃത്തിയുടെ യൂണിറ്റ് കാണാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ബലത്തിന്റെ യൂണിറ്റ് ഇൻറ്റു സ്ഥാനാന്തരത്തിന്റെ യൂണിറ്റ്. ബലത്തിന്റെ യൂണിറ്റ് എന്താണ്? SI യൂണിറ്റ് ന്യൂട്ടൺ. ക്ലിയർ? ദെൻ സ്ഥാനാന്തരത്തിന്റെ യൂണിറ്റ് എസ് മീറ്റർ. സോ സ്ഥാനാന്തരത്തിന്റെ യൂണിറ്റ് എന്താണ്? മീറ്റർ, സ്മോൾ m ആണ്. അപ്പൊ പ്രവൃത്തിയുടെ യൂണിറ്റ് എന്താണ്? ന്യൂട്ടൺ മീറ്റർ. ന്യൂട്ടൺ മീറ്ററിന് നമ്മൾ പറയുന്ന പേരാണ് ജൂൾ. അപ്പൊ ബലത്തിന്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് ജൂളാണ്. അത് റെപ്രസെന്റ് ചെയ്യുന്നത് ക്യാപിറ്റൽ J, ജൂളാണ്. അത് കാണിക്കുന്നത് ക്യാപിറ്റൽ J വെച്ചിട്ടാണ്. പിന്നെ പറയുന്നത് 1000 ജൂൾ എന്ന് പറയുന്നത് 1 കിലോ ജൂൾ ആണ് എന്നുള്ളതാണ്. ഇത് നമുക്ക് പ്രോബ്ലം ചെയ്യാൻ ആവശ്യം വരും. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞല്ലോ ജൂൾ എന്ന്. പ്രവൃത്തിയുടെ യൂണിറ്റ് ന്യൂട്ടൺ മീറ്റർ ആണ്. എന്നാൽ SI യൂണിറ്റ് നമ്മൾ പറയാറ് ജൂൾ എന്നാണ്. അപ്പൊ ഈ ജൂൾ എന്നുള്ള പേര് എവിടുന്നാ വന്നത് എന്നാണ് ഇവിടെ പറയുന്നത്. SI യൂണിറ്റ് ഓഫ് വർക്ക്, അതായത് പ്രവൃത്തിൻ്റെ SI യൂണിറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ഏതാണെന്നുള്ളത് ജൂൾ എന്ന് അറിയപ്പെടുന്നു. ജെയിംസ് പ്രെസ്കോട്ട് ജൂളിനോടുള്ള ആദര സൂചകമായിട്ടാണ് ഈ പേര് നൽകിയിട്ടുള്ളത്. ഇതാണ് ജെയിംസ് പ്രെസ്കോട്ട് ജൂൾ. അദ്ദേഹത്തിനോടുള്ള ഒരു ആദരവിന്റെ പേരിൽ പുറത്താണ് നമ്മൾ എന്ത് കൊടുത്തത്? പ്രവൃത്തിയുടെ യൂണിറ്റിന് ജൂൾ എന്ന് പറയുന്നത്. ക്ലിയർ? ഇനി നമുക്ക് നോക്കാം. ഒരു 1 ന്യൂട്ടൺ ബലത്തിന് വിധേയമായ ഒരു വസ്തുവിനെ തിരശ്ചീനമായ പ്രതലത്തിലൂടെ ബലത്തിന്റെ ദിശയിൽ 1 മീറ്റർ ദൂരം ചലിപ്പിക്കുന്നുവെങ്കിൽ ഇവിടെ ബലം വസ്തുവിൽ ചെയ്ത പ്രവൃത്തി കണക്കാക്കാനാണ് പറയുന്നത്. ഒന്നുമില്ല, 1 ന്യൂട്ടൺ ബലത്തിന് വിധേയമായ ഒരു വസ്തു ഒരു നേരെയുള്ള പ്രതലത്തിലൂടെ ഞാൻ ബലത്തിന്റെ ദിശയിൽ 1 മീറ്റർ ദൂരം ചലിപ്പിച്ചു. 1 മീറ്ററാണ് അതിനുണ്ടായിട്ടുള്ള സ്ഥാനാന്തരമെങ്കിൽ ഇവിടെ ബലം വസ്തുവിൽ ചെയ്ത പ്രവൃത്തി കാണാനാണ് പറയുന്നത്. ആ ബലം ആ വസ്തു ചെയ്ത പ്രവൃത്തി അളക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയുന്നത് പ്രവൃത്തി ഈക്വൽ ടു ബലം ഇൻറ്റു സ്ഥാനാന്തരം, ദാറ്റ് ഈസ് F. അപ്പോൾ F ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. F എന്ന് പറയുന്നത് ഇവിടെ തന്നിട്ടുണ്ട് 1 ന്യൂട്ടൺ ആണ് എന്നുള്ളതും, പിന്നെ ഒരു വസ്തുവിന് ഉണ്ടായിട്ടുള്ള സ്ഥാനാന്തരം എന്ന് പറയുന്നത് 1 മീറ്റർ ആണ് എന്നിട്ടുള്ളതും തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഫോഴ്സ് 1 ന്യൂട്ടൺ, സ്ഥാനാന്തരം 1 മീറ്റർ, ദാറ്റ് ഈസ് ദെൻ വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു പ്രവൃത്തി വസ്തുവിൽ ചെയ്ത പ്രവൃത്തിയാണ്. W ഈസ് ഈക്വൽ ടു 1 ഇൻറ്റു 1. 1 അല്ലേ ഫോഴ്സ്, ബലം ഇൻറ്റു 1 മീറ്റർ അല്ലേ സ്ഥാനാന്തരം, ഈസ് ഈക്വൽ ടു 1 ന്യൂട്ടൺ മീറ്റർ കൊടുക്കാം. 1 ജൂൾ, SI യൂണിറ്റ് ജൂളാണ്, ജൂളിൽ കൊടുത്താൽ മതി 1 ജൂൾ. ഇനി 1 ജൂളിൻ്റെ ഒരു ഡെഫിനിഷനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഒന്ന് നോക്കാം. ഒരു വസ്തുവിൽ 1 ന്യൂട്ടൺ ബലം പ്രയോഗിച്ചപ്പോൾ വസ്തുവിന് ബലത്തിന്റെ ദിശയിൽ 1 മീറ്റർ സ്ഥാനാന്തരം ഉണ്ടാകുന്നുവെങ്കിൽ വസ്തുവിൽ ചെയ്ത പ്രവൃത്തിയുടെ അളവ് 1 ജൂളാണ് എന്നാണ്. 1 ജൂൾ ആണ്. 1 എഴുതരുത്, 1 ജൂളാണ്. ജൂൾ എന്നുള്ളത് ഇട്ടുപോയതാണ്. 1 എഴുതരുത്,
ഒരിക്കലും ഒന്ന് എഴുതിയോണ്ട് അത് പ്രവൃത്തിൻ്റെ അളവാന്ന് നമുക്ക് പറയാൻ പറ്റൂല. പ്രവൃത്തിൻ്റെ അളവ് എന്ന് പറയണമെങ്കിൽ അതിന് കൃത്യവും വ്യക്തമായിട്ടുള്ള യൂണിറ്റ് വേണം, അതാണ് ജൂൾ. ക്ലിയർ? നമുക്ക് നോക്കാം. ഒരു വസ്തുവിൽ 1 ന്യൂട്ടൺ ബലം പ്രയോഗിച്ചപ്പോൾ ആ വസ്തുവിന് ബലത്തിന്റെ ദിശയിൽ 1 മീറ്റർ സ്ഥാനാന്തരം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്രയോഗിച്ച പ്രവൃത്തിയുടെ അല്ലെങ്കിൽ ബലം വസ്തുവിൽ ചെയ്ത പ്രവൃത്തിയുടെ അളവ് എന്ന് പറയുന്നത് 1 ജൂൾ ആയിരിക്കും. 1 ജൂൾ പ്രവൃത്തി എന്ന് പറയുന്നത് എന്താണ് എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ നമ്മളിപ്പോൾ പറഞ്ഞ പാർട്ടിൽ നമ്മൾ ഇന്ന് എടുത്തിട്ടുള്ളത് പ്രവൃത്തി എന്താണ് എന്നുള്ളത്. അതായത് ഒരു വസ്തുവിൽ ബലം പ്രയോഗിക്കുമ്പോൾ ബലം പ്രയോഗിച്ച ദിശയിൽ ഒരു വസ്തുവിന് സ്ഥാനാന്തരം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ബലം ആ വസ്തുവിൽ പ്രവൃത്തി ചെയ്യപ്പെട്ടു എന്ന് നമുക്ക് പറയാൻ പറ്റും. അതാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ പ്രവൃത്തിയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്ന് പറയുന്നത് ബലവും സ്ഥാനാന്തരവുമാണ്. പിന്നെ നമ്മൾ പറഞ്ഞിട്ടുള്ളത് പ്രവൃത്തി കാണാനുള്ള സമവാക്യമാണ് W=F×S. അതായത് പ്രവൃത്തി = എന്താണ്, നമ്മൾ പ്രയോഗിച്ച ബലത്തിൻ്റെയും ഉണ്ടായിട്ടുള്ള ബലത്തിന്റെ ദിശയിലുണ്ടായ സ്ഥാനാന്തരത്തിൻ്റെയും ഗുണനഫലം ആണ് എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞിട്ടുള്ളത് യൂണിറ്റ് ആണ്, പ്രവൃത്തിയുടെ യൂണിറ്റ്. പ്രവൃത്തിയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് ബലത്തിന്റെ യൂണിറ്റിൻ്റെയും ഇൻറ്റു സ്ഥാനാന്തരത്തിന്റെ യൂണിറ്റ് ആയിരിക്കും. അത് എന്ന് പറയുന്നത് ന്യൂട്ടൺ മീറ്റർ ആണ്, അത് എന്ന് പറയുന്നത് ജൂളാണ്. അപ്പോൾ SI യൂണിറ്റ് ഓഫ് നമ്മളെ പ്രവൃത്തി എന്ന് പറയുന്നത് ജൂളാണ്. ക്യാപിറ്റൽ J വെച്ചിട്ടാണ് അത് റെപ്രസെന്റ് ചെയ്യുന്നത്. അത് എന്ന് പറയുന്നത് ജെയിംസ് പ്രെസ്കോട്ട് ജൂൾ എന്ന് പറയുന്ന ശാസ്ത്രജ്ഞനോടുള്ള ഒരു ആദരവിന്റെ പുറത്താണ് നമ്മൾ ജൂൾ എന്ന പേര് നൽകിയിട്ടുള്ളത്. അത്രയും ക്ലിയർ ആയിട്ടുണ്ടല്ലോ. അപ്പോൾ നമുക്കറിയാം W=Fs ആണ്. പ്രോബ്ലം ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ പ്രവൃത്തി കാണാൻ പറഞ്ഞാൽ നമുക്ക് ക്വസ്റ്റ്യനിൽ തരുന്ന ഇക്വേഷൻ ആദ്യം എഴുതുക, W=Fs. ദെൻ ഇക്വേഷനിൽ തന്നിട്ടുള്ള ബലം എഴുതുക, ബലം ഇൻറ്റു സ്ഥാനാന്തരം എത്രയാണോ അത്ര എഴുതുക, അത് ഗുണനം ചെയ്യുക, ഉത്തരം കിട്ടും. ദെൻ ജൂൾ എന്ന യൂണിറ്റ് ഇടാൻ മറന്നുപോയത്. അപ്പോൾ ഇനി അടുത്ത പാർട്ടിൽ നമ്മൾ അടുത്ത ക്ലാസ്സിൽ ബലം വെച്ചിട്ടുള്ള പ്രോബ്ലം, പിന്നെ ഈ നമ്മുടെ ഗുരുത്വാകർഷണത്തിന് എതിരെ ചെയ്യുന്ന ബലം എങ്ങനെയാണ് എന്നുള്ള കാര്യമൊക്കെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ വ്യക്തമായിട്ടുണ്ട് എന്നാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ ക്ലിയർ ആയിട്ട് നോക്കിയിട്ട് ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. താങ്ക് യു.